പരാജയ്ക്ക് പിന്നാലെ സജി മഞ്ഞക്കടമ്പിലിനായി വാതിൽ തുറന്നിടുകയാണ് ജോസ് കെ മാണി. സജി മികച്ച സംഘാടകനെന്നും പൊളിറ്റിക്കൽ ക്യാപ്റ്റൻ എന്നും വിശേഷണം. കോട്ടയം ജില്ലയിലെ പാർട്ടിയുടെ ഒന്നാമനാണ് രാജിവെച്ചത്. UDFന്റെ പതനമാണിത് സൂചിപ്പിക്കുന്നതെന്നും ജോസ് കെ മാണി പറയുന്നു. UDFന്റെ ചെയർമാൻ എന്ന് പറയുമ്പോൾ മുന്നണിയിലെ ഈ ജില്ലയുടെ ഒന്നാമനാണ്. ജോസഫ് വിഭാഗത്തിൻ്റെ പാർട്ടിയുടെ ഒന്നാമനാണ്. ജോസഫ് വിഭാഗം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് നേതൃത്വം കൊടുക്കാൻ ആരുമില്ലായിരുന്നു. തീർച്ചയായും സജിമോൻ നല്ലൊരു പ്രവർത്തകനാണ്, നല്ല സംഘാടകനാണ്, അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്ത് ഓടിയ ആളാണ്. പലരും ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് നിൽക്കുന്നത്, ആശങ്കയിലാണ് നിൽക്കുന്നത്, നിരാശയായിട്ടുള്ളവർ നിൽക്കുന്നത്. അവരൊക്കെ തീർച്ചയായും ഇതിനകത്ത് ആ സിസ്റ്റത്തിൽ എന്തോ കുഴപ്പമുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വത്തിൽ എന്തോ കുഴപ്പമുണ്ട്. ഷിനോജ് സ്റ്റീവ് വിവരങ്ങളുമായുണ്ട്. ഷിനോജ്, സജി സങ്കടപ്പെട്ട് ജോസഫ് ഗ്രൂപ്പിൽ നിന്നും ഇറങ്ങുമ്പോൾ ഇവിടെ മാണി ഗ്രൂപ്പിലേക്ക് ഒരു വിശാലമായ പാലം തുറന്നിട്ട് കൊടുക്കുകയാണോ ഈ വാക്കുകളിലൂടെ ജോസ് കെ മാണി? തീർച്ചയായും പക്ഷെ അങ്ങനെ തന്നെ കണക്കാക്കേണ്ടി വരും. ഇന്നലെയാണ് മോൻസ് ജോസഫ് MLA യുടെ ഭാഗത്തു നിന്നും തുടർച്ചയായി പാർട്ടിക്കുള്ളിൽ അപമാനങ്ങൾ ഏറ്റുവാങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സജി മഞ്ഞക്കടമ്പിൽ പാർട്ടി ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് രാജിവെച്ചത്. മാത്രമല്ല UDFന്റെ ജില്ലാ ചെയർമാൻ സ്ഥാനവും സജി മഞ്ഞക്കടമ്പിൽ ഇന്നലെ രാജിവെച്ചിരുന്നു. ഇനി സജീവ രാഷ്ട്രീയത്തിലേക്കില്ല, കേരള കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സജി ഇന്നലെ രാജിവെച്ചത്. പക്ഷേ സജിയെ വിട്ടുകൊടുക്കാൻ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പോ അതുപോലെ തന്നെ CPM തയ്യാറല്ല എന്നാണ് വ്യക്തമാകുന്നത്. കാരണം ഇന്നലെ ഈ വാർത്ത വന്നതിന് ശേഷം ആദ്യം മാധ്യമങ്ങളെ കണ്ട മന്ത്രി VN വാസവൻ പറഞ്ഞത് സജി ഒരിക്കലും അനാഥനാകില്ല എന്നതായിരുന്നു വാസവന്റെ പ്രതികരണം. അതിനുശേഷം ഇന്നിപ്പോൾ കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി പറയുന്നതും സജി ജോസഫ് ഗ്രൂപ്പിൽ ഏറ്റവും മികച്ച നേതാവാണ്, പൊളിറ്റിക്കൽ ക്യാപ്റ്റനാണ് തുടങ്ങിയ വിശേഷണങ്ങൾ കൊണ്ട് സജിയെയും ജോസ് കെ മാണി ഇപ്പോൾ ഇട്ടുകയാണ്. അതിനാൽ തന്നെ കേരള കോൺഗ്രസ് എമ്മിലേക്ക് സജി മഞ്ഞക്കടമ്പിൽ ചേക്കേറാനുള്ള സാധ്യത തന്നെയാണ് നിലവിൽ തുറന്നിടുന്നത്. എന്നാലും ഈ വിഷയത്തിൽ സജി മഞ്ഞക്കടമ്പിന്റെ പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹം പറയുന്നത് നിലവിൽ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല, കുടുംബവുമായി ആലോചിച്ചതിന് ശേഷം തീരുമാനം എടുക്കാം എന്നുള്ളതാണ് സജി മഞ്ഞക്കടമ്പിന്റെ പ്രതികരണം. എന്നാലും 2-3 ദിവസത്തിനുള്ളിൽ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ കാലമായതിനാൽ തന്നെ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ സജി മഞ്ഞക്കടമ്പിന്റെ ഭാഗത്തുനിന്ന് വ്യക്തമായ പ്രതികരണം ഉണ്ടാകും. ഒരുപക്ഷെ എല്ലാവരും കരുതുന്നത് പോലെ കേരള കോൺഗ്രസ് എമ്മിലേക്ക് സജി മഞ്ഞക്കടമ്പിൽ ചേക്കേറാനുള്ള സാധ്യത തന്നെയാണ് നിലവിൽ വ്യക്തമാകുന്നത്.